പ്രിയപ്പെട്ടവരെ, സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നറുക്കെടുപ്പ് തട്ടിപ്പുകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൽ മുന്തിയ കള്ളനായിട്ടുള്ള പാണ്ടിക്കാട് കുഞ്ഞാൻ കട്ടത് പിടിച്ചതും അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിൽ പ്ലാറ്റ്ഫോമിൽ വന്നൊരു കാര്യമാണ്. അതിനുശേഷം രണ്ടാമത്തെ ഇതേപോലെ നറുക്കെടുപ്പിൻ്റെ കള്ളം നടത്തിയിട്ടുള്ള ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വ്യക്തിയുടെയും കള്ളത്തരങ്ങളും കാര്യങ്ങളൊക്കെ കൃത്യമായ തെളിവ് സഹിതം നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നതാണ്. എന്നിട്ടും നിങ്ങൾ ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ ഇരയാകുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് പുതിയ നറുക്കെടുപ്പ് തട്ടിപ്പായിട്ട് വന്നിട്ടുള്ളത്. ഖാദർ കരിപ്പടി, അതുപോലെ തന്നെ മൊയ്തു വ്ളോഗ് എന്ന് പറയുന്നത്, അതുപോലെ ഹൈദർ മധൂർ എന്ന് പറയുന്നത്. ആദ്യമായിട്ട് എനിക്കിതിൽ പറയാനുള്ള ഏറ്റവും ബാലിശമായ രസകരമായ കാര്യം ഹൈദർ മധൂറിൻ്റെ കാര്യമാണ്. കഴിഞ്ഞ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ തട്ടിപ്പ് നടത്തിയപ്പോൾ അതിനെതിരായിട്ട് വീഡിയോയിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളല്ലേ എന്നുള്ളതാണ് പറയുന്നത്. അയാൾ പറയുന്നത് കറക്റ്റ് തന്നെയാണ്, നിയമത്തിനെതിരായിട്ടുള്ളത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആളുടെ തട്ടിപ്പിൻ്റെയും കൃത്യമായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച ഒരാളാണ് ഈ നിൽക്കുന്ന ഹൈദർ മധൂർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ തട്ടിപ്പിൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, തട്ടിപ്പ് നടത്തുന്ന ആളുകൾ വളരെ കൃത്യമായിട്ട് ആ ഒരു ടിക്കറ്റ്സിനെ ഷഫിൾ ചെയ്യുന്ന മെഷീനെ കറക്കാൻ തന്നെ ഈ ഒരു പ്രതികരിക്കുന്ന ആളെ തന്നെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കറക്കുന്നതാണ്. ഇപ്പോൾ വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥ നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്. ഇക്കഴിഞ്ഞ തട്ടിപ്പുകളെല്ലാം ബേസ് ചെയ്തിട്ടുള്ളത് കർണാടക സംസ്ഥാനത്തിനെയാണ്. കർണാടകയിലുള്ള ഏതെങ്കിലും ഒരു വീടിനെ കാണിച്ച്, ഒരു വ്യക്തിയെ കാണിച്ച്, അയാളുടെ അസുഖങ്ങളെ കാണിച്ച്, ദാരിദ്ര്യത്തെ കാണിച്ചിട്ട്, അങ്ങനെയുള്ളതൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്ത് അതിനെ പ്രചരിപ്പിക്കുന്ന, അതിനെ ലോട്ടറിയാക്കുന്ന, അതിനെ കച്ചവടം നടത്തുന്നത് കേരള സംസ്ഥാനത്തിലുള്ള ബ്ലോഗർമാരായിട്ടുള്ള ആളുകളുടെ അവരുടെ വെബ്സൈറ്റുകളിലൂടെയാണ്. എന്തുകൊണ്ടാണ് മലയാളികളായിട്ടുള്ള വ്ളോഗർമാർ മാത്രം ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് മുന്നിൽ നിന്നിട്ട് ഈ കാര്യങ്ങൾ നയിക്കുന്നത് എന്നുള്ളതാണ്. നന്മ നശിക്കാത്ത മലയാളികളായിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഫിറോസ് കുന്നുംപറമ്പിലുമാരെ പോലുള്ള ഒരുപാട് ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന ആളുകൾ. എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെട്ട് വന്നാൽ അവർക്ക് കൈ നിറഞ്ഞ് അവരുടെ ആവശ്യത്തിനും അപ്പുറമുള്ള പണം നൽകുന്ന നമ്മളെ ആളുകളുടെ ഓരോ ഇത്തരത്തിലുള്ള അതൊക്കെ ഒരു ന്യൂനത പോലെ കണ്ട് അതിനെ അവർ തട്ടിപ്പാക്കി അതൊരു പണം സ്വരൂപിക്കുന്ന രീതിയാക്കി എന്നിട്ട് മാർക്കറ്റ് ചെയ്യുന്ന ഈ ഒരു സംഗതിയിൽ നിങ്ങൾ ഓരോ ആളുകളും പലപ്പോഴും വീണ് പോയിട്ടുണ്ട്. കുഞ്ഞാൻ്റെ കേസിൽ വീണ് പോയവരുണ്ട്, അതിന് ശേഷമുള്ള കേസുകളിൽ വീണിട്ട് ഇതിലും വീണിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉടായ്പകളായിട്ട് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളി അതിൽ പോയി തല വെച്ച് കൊടുക്കും. ഇനി ഈ വിഷയത്തിലെ ഉടായ്പ എന്താണെന്നുള്ളത്, ഏകദേശം 25,000 അടുത്ത് ടിക്കറ്റുകൾ ഈ നറുക്കെടുപ്പിൻ്റെതായിട്ട് വിറ്റിട്ടുണ്ട്. 25,000 ടിക്കറ്റുകൾ വിറ്റ നറുക്കെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അതിൻ്റെ 1% എന്ന് വെച്ചാൽ 1% ഒരു 250 പേരെങ്കിലും അവിടെ ഉണ്ടാവണ്ടേ ആ നറുക്കെടുപ്പിൻ്റെ സമയത്ത്. അതും പോട്ടെ, 100 പേരും പോയിട്ട് അതിലൊരു 10 പേരുണ്ടാവണ്ടേ, 0.1% ടിക്കറ്റ് എടുത്ത ആളുകൾ ഉണ്ടാവണ്ടേ. ആ കൂടി നിൽക്കുന്ന ആളുകളെ നിങ്ങൾ തന്നെ ഒന്ന് എണ്ണിക്കോ. 18 വയസ്സ് തികഞ്ഞിട്ടുള്ള 18 പേര് പോലും ഇല്ലാത്ത ആ ഒരു സംവിധാനത്തിന് ഇത് സുതാര്യമല്ലേ എന്നുള്ളത്. ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഈ തട്ടിപ്പ് പ്രോ ആണെന്ന്. കാര്യം എന്താണെന്ന് വെച്ചാൽ പല ആംഗിളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്യാമറ വെച്ച് ലൈവായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വ്ളോഗർമാരായിട്ടുള്ള ആളുകൾ 1-2 ആളുകളെ അവരുടെ ഇടയിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അഭിപ്രായങ്ങൾ ആരായുന്നുണ്ട് എന്നുള്ളതല്ലാത്ത വേറൊരു വ്യത്യാസവും ഞാനിതിൽ കണ്ടിട്ടില്ല. തട്ടിപ്പെല്ലാം തട്ടിപ്പ് തന്നെയാണ്. ഇനി ഇതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ 1998 ഇന്ത്യ രാജ്യം പുറപ്പെടുവിപ്പിച്ചിട്ടൊരു നിയമമുണ്ട് ലോട്ടറിക്ക്. അതാത് സംസ്ഥാനങ്ങൾക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാമെന്നുള്ളത്. അതിൻ്റെ ബേസിൽ കേരളം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൻ്റേതല്ലാത്ത ഒരു ലോട്ടറികളും അംഗീകരിക്കില്ല എന്നുള്ളത് മാത്രമല്ല, ഏതെങ്കിലും കടകളുടെ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ പുറത്ത് പ്രൊമോഷനായിട്ട് കൊടുക്കുന്ന ടിക്കറ്റുകൾക്ക് നറുക്കെടുപ്പ് വെച്ചിട്ട് സമ്മാനം കൊടുക്കാമെന്നുള്ളത് സ്പെഷ്യൽ പെർമിഷനോട് കൂടെയാണെങ്കിൽ മാത്രം നടത്താമെന്നുള്ളത് കേരളം വെച്ചപ്പോൾ കർണാടക സംസ്ഥാനം സ്വന്തം സർക്കാരിന് പോലും ഓതറൈസ് ആയിട്ട് ടിക്കറ്റുകൾ ലോട്ടറി എന്ന് പറയുന്ന സംഗതി നടത്താൻ പാടില്ല എന്നുള്ള നിയമം ഇറക്കിയിട്ടുള്ള കർണാടക സർക്കാർ 2007 IPCയിൽ 1963 ഒരു നിയമം തന്നെയുണ്ട് ഈ ലോട്ടറി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ട്. ഈ കണക്കിനുള്ള ഗവൺമെൻറ് അപ്രൂവ്ഡ് അല്ലാത്ത കാര്യങ്ങളെല്ലാം തട്ടിപ്പിൻ്റെ ഇതിൽ വരുന്നത് തന്നെയാണ് എന്നുള്ളതാണ്. നിഷ്കളങ്കരായ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് കർണാടക സംസ്ഥാനത്തെ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. കർണാടക സംസ്ഥാനത്തെ തിരഞ്ഞെടുത്തിട്ട് കേരളത്തിലുള്ള വ്ളോഗർമാരെ വെച്ച് ചെയ്യുമ്പോൾ കേരളത്തിലുള്ള ആളുകൾ കൂടുതലായിട്ട് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയും സ്വാഭാവികമായിട്ടും എന്തെങ്കിലും വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ ഒരു നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തോന്നുമ്പോൾ കർണാടക പോലത്തെ ഒരു സംസ്ഥാനത്തിൽ പോയിട്ട് അതത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയോ അല്ലെങ്കിൽ കോടതിയിൽ പോയിട്ട് ഒരു ഫയൽ സ്യൂട്ടുകയോ പറയുന്നത് നമുക്ക് ഒരു അനിവാര്യമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളത് കൃത്യമായിട്ട് തട്ടിപ്പുകാർക്ക് ബോധ്യമുള്ളത് കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് കർണാടക സംസ്ഥാനത്തിന് ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ തിരഞ്ഞെടുക്കുന്നത്.
നിങ്ങളൊരാളും അതിൻ്റെ പിന്നാലെ ഇറങ്ങി പോവുകയില്ല. അതിൻ്റെ ഭാഗമായിട്ട് അവർക്കൊരു നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളും വരില്ല എന്നുള്ളത് കൃത്യമായ ബോധ്യം ഈ പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. ഇവർക്കൊക്കെ ഇതിൻ്റെതായ കൃത്യമായ നേട്ടമുണ്ടാവും, പക്ഷെ നഷ്ടം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് നഷ്ടം 1000 കൂട്ടുക. 25,000 പേര് ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര കോടാനം കോടി രൂപ ഇവരുടെയൊക്കെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങളും ചിന്തിക്കണം. ഇനി ഖാദർ കരിപ്പൊടി പറയുന്ന വേറൊരു കാര്യമുണ്ട്. ടെക്നിക്കൽ ഇഷ്യൂവിൻ്റെ ഭാഗമായിട്ട് പലരും അയച്ചിട്ടുള്ള പൈസ ഇവിടെ കിട്ടിയിട്ടില്ല. ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ആ പൈസ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരിച്ചിട്ട് തരുമെന്നുള്ളതാണ് പറയുന്നത്. ഗൂഗിൾ പേ ആവട്ടെ, അതുപോലത്തെ ബാങ്ക് ട്രാൻസ്ഫർ ആവട്ടെ, സ്വിഫ്റ്റ് കോപ്പിയിൽ എപ്പോഴും ട്രാൻസാക്ഷൻ ID അല്ലാത്ത വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ബേസിലാണ് ഒരു ഗൂഗിൾ പേ അല്ലാത്ത ഒരു സാധനത്തിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചിട്ടുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയാൽ അത് എന്ത് ബേസിൽ ആർക്കാണ് നിങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക? ആരുടെ അടുത്താണ് കുട്ടികളെ നിങ്ങൾ ഇത്തരത്തിലുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറയുന്നത്? എന്നാൽ ഗൂഗിൾ പേയിൽ നിങ്ങൾക്കൊരു 1000 റിസീവ് ചെയ്താൽ അത് അതേപോലെ നിങ്ങൾക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ സുതാര്യത എങ്ങനെയാണ് നിങ്ങൾ അളക്കുക? ഒരാൾ എന്തെങ്കിലും അയച്ചിട്ടുള്ള ഒരു പൈസ നിങ്ങളുടെ പ്രോക്സി ബ്ലോക്ക് കാരണം വരാൻ വൈകിട്ട് അയാൾക്ക് നിങ്ങൾ ടിക്കറ്റ് കൊടുക്കുകയും പൈസ വരുന്നത് ടിക്കറ്റ് എടുത്തതിനൊക്കെ ശേഷമാണെങ്കിൽ അയാൾ നിങ്ങളുടെ ബെനിഫിഷ്യറി ആണെന്ന് നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക? അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിലുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ടിക്കറ്റിംഗ് ഫെസിലിറ്റിയിൽ ഒരു സുതാര്യതയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ചില രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ അവരുടെ പിരിവും കാര്യങ്ങളും നടത്തുന്നത് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടാണ്. ഒരാൾ അയക്കുന്ന പൈസ എത്രയാണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അതിൽ അറിയാൻ പറ്റും. അതേ സാധനത്തിന് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കാണാനും പറ്റും. എന്നാൽ നിങ്ങളുടെ ഇതിൻ്റെ സുതാര്യത എന്താണ്? അപ്പോൾ പറഞ്ഞു വന്നത്, കഴിഞ്ഞ നടന്ന തട്ടിപ്പുകളിൽ ഓരോന്നിലും അത് തെളിവുകളടക്കം പുറത്തു വരുമ്പോൾ അതിൽ ബാക്കിയായിട്ടുണ്ടായത് ഞാനും കെട്ടിയോളും കുട്ടിയോളും എന്ന് പറഞ്ഞ അതേ രീതിയിൽ കുഞ്ഞാനും കെട്ടിയോളും ബാക്കിയുള്ളവരും, അല്ലെങ്കിൽ ബ്ലോഗർമാർ ആരൊക്കെയാണോ ചെയ്തോനും അത് വിൽക്കാൻ വെച്ചോനും പിന്നെ അതിൻ്റെ കൂടെ നിന്നവരും, ഇവർ മാത്രം അതിൻ്റെ ബെനിഫിഷ്യൽസ് ആയിട്ടുള്ള അതിൻ്റെ നേട്ടക്കാരായിട്ട് വന്നിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഒരാൾക്കും ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളിൽ നിഷ്കളങ്കമായി നിങ്ങൾ കൊണ്ടുപോയി തലവെച്ചിട്ട് നിങ്ങൾ സ്വന്തം വിഡ്ഢിയാകുന്ന ഈ ഒരു രീതികളൊക്കെ ഒന്ന് മാറ്റുക. അപ്പം നിഷ്കളങ്കരായിട്ടുള്ള നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം സുതാര്യതയില്ലാത്ത പിരിവുകളിലൊന്നും നിങ്ങൾ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കണം എന്നുണ്ടെങ്കിൽ നേരിട്ടാവാം എന്നുള്ളതല്ലാത്ത ഇത്തരത്തിലുള്ള വ്ളോഗർമാർ കൊണ്ടുവരുന്ന സമൂഹത്തിൽ ഒരാളും അംഗീകരിക്കാത്ത, ഉൾക്കൊള്ളാത്ത, ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയുന്ന ആളുകളൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളിലൊന്നും നിങ്ങൾ ഇരയാവാതിരിക്കുക. അതിൽ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. നമസ്കാരം.